ശുദ്ധമായ സാഹിത്യത്തെ സാഹിത്യമായി കാണാൻ ഇക്കാലത്ത് ആളുകൾ വൈമുഖ്യം കാണിക്കുന്നുവെന്ന് സാഹിത്യകാരൻ പ്രൊഫസർ എം കെ സാനു. ആധുനിക കാലഘട്ടത്തിൽ പ്രയോജനമുള്ളതിന് മാത്രം കീഴ്പ്പെടുന്ന അവസ്ഥയാണുള്ളതെന്നും എം കെ സാനു പറഞ്ഞു. ആലപ്പുഴ സനാതന ധർമ്മ കോളേജിൽ പുതിയതായി അനുവദിച്ച MA മലയാളം കോഴ്സിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹി പീഡന സംഭവത്തിലെ കിരാതന്മാർ വിഹരിക്കുന്ന ലോകത്തു നിന്നുമാണ് ഗാന്ധിയും മണ്ടേലയും പോലുള്ള മഹത് വ്യക്തികൾ വന്നതെന്ന് പറഞ്ഞ എം കെ സാനു, കൊട്ടേഷൻ സംഘങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് പ്രധാന കാരണം ഹൃദയത്തെ തന്നെ ലയിപ്പിക്കുന്ന സൗന്ദര്യബോധം മനുഷ്യന് നഷ്ടപ്പെട്ടതാണെന്നും അഭിപ്രായപ്പെട്ടു. ഈ അസുലഭമായ സിദ്ധികളും വളരെ മൃഗീയവും പൈശാചികവുമായ വാസനകൾ മനുഷ്യരടങ്ങിയിട്ടുണ്ട്. ഇതിനെല്ലാം സമന്വയിപ്പിക്കുന്നത് അവനിലെ സൗന്ദര്യ ബോധപരമായ മാനമാണ്. അതാണ് സാഹിത്യത്തിന്റെ പ്രയോജനം. പറഞ്ഞു ചോദിച്ചാൽ എന്താ സാഹിത്യത്തിന് നിങ്ങൾ വെറുതെ കരുതി? സാഹിത്യം അന്വേഷണീയമാണ്. സാഹിത്യം ജീവിതത്തിൽ നിലനിന്നേ പറ്റൂ. ഈ സാഹിത്യത്തിന്റെ അഭാവത്തിലാണ്, സാഹിത്യ ആസ്വാദനത്തിന്റെ അഭാവത്തിലാണ് ഇന്ന് മനുഷ്യ സ്വഭാവത്തിന് അതിന്റെ സമതുലിതാവസ്ഥ നഷ്ടപ്പെടുന്നത്. സാഹിത്യം എന്നതിനുപരി എന്തുതന്നെയും മാതൃഭാഷയിൽ ആസ്വദിക്കാത്ത ഒരു വ്യക്തിക്ക് അന്യഭാഷയിൽ ഒന്നും തന്നെ ആസ്വദിക്കാൻ കഴിയില്ലെന്നും മലയാളത്തിന്റെ സ്വന്തം സാനു മാഷ് പറഞ്ഞു നിർത്തി. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ പ്രൊഫസർ എം കെ സാനുവിനെ കോളേജ് മാനേജർ ജെ കൃഷ്ണൻ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ഉപകാരം സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് കോളേജ് പ്രിൻസിപ്പൽ ഗീതാകൃഷ്ണ പൈ, നെടുമുടി ഹരികുമാർ, കലേലി രാഘവൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു.